സോമനാഥ ക്ഷേത്രത്തിലെ പുരാതനവും തകർന്നതുമായ ശിവലിംഗം തന്റെ പക്കലുണ്ട് എന്ന് അവകാശപ്പെട്ട് ഗുജറാത്തിൽ നിന്നുള്ള പൂജാരി സീതാറാം ശാസ്ത്രി. 11ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ഗസ്നി എന്ന ഇസ്ലാം ഭരണാധികാരി ക്ഷേത്രവും യഥാർത്ഥ ശിവലിംഗവും നശിപ്പിച്ചിരുന്നു. ആ ശിവലിംഗത്തിന്റെ ഭാഗങ്ങളാണിവ എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ പൂജാരിമാരുടെ പരമ്പരയിൽ നിന്നുള്ള സീതാറാം ശാസ്ത്രി കഴിഞ്ഞ 21 വർഷമായി താൻ പവിത്ര ശിവലിംഗത്തിന്റെ ഭാഗങ്ങൾ സംരക്ഷിച്ചു വരികയാണ് എന്നും ഇപ്പോൾ അത് സോമനാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആത്മീയ നേതാക്കളുടെ സഹായവും തേടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആത്മീയ ഗുരു ശ്രീ രവിശങ്കറിനെയും കണ്ടു. സഹായിക്കാം എന്ന് ഗുരുജി സമ്മതിച്ചതായും സീതാറാം ശാസ്ത്രി പറയുന്നു. എന്റെ മാതൃ സഹോദരന് അദ്ദേഹത്തിന്റെ ഗുരുവായ പ്രണവേന്ദ്ര സരസ്വതിജി നൽകിയതാണ് ഇത്. 60 വർഷത്തോളം അദ്ദേഹം അതിനെ ആരാധിച്ചു. 21 വർഷം മുൻപാണ് എന്റെ കയ്യിൽ ഇത് എത്തിയത്. ഈ ശിവലിംഗം നശിപ്പിക്കാൻ അധിനിവേശക്കാർ നിരവധി ആക്രമണങ്ങൾ നടത്തി. സോമനാഥ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടി അധിനിവേശകനായ മഹമ്മൂദ് ഗസ്നി ഏകദേശം 50,000 പേരെ കൊന്നൊടുക്കി. അയാൾ ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം കൊള്ളയടിക്കുകയും ശിവലിംഗം നശിപ്പിക്കുകയും ചെയ്തു. ആ ശിവലിംഗത്തിന്റെ ഭാഗങ്ങളാണിവ, സീതാറാം ശാസ്ത്രി പറയുന്നു. മഹമ്മൂദ് ഗസ്നി പുണ്യ ശിവലിംഗം നശിപ്പിച്ചതിന് ശേഷം വിവിധ സന്യാസിമാർ അതിന്റെ തകർന്ന കഷ്ണങ്ങൾ ശേഖരിച്ചു എന്നാണ് സീതാറാം ശാസ്ത്രി പറയുന്നത്. സോമനാഥ ക്ഷേത്രത്തിൽ ഇത് സ്ഥാപിക്കുമെന്ന് വിവിധ ഹിന്ദു ആചാര്യന്മാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 1000 വർഷത്തിനിടെ ഏകദേശം 6 തവണ പൊളിച്ചുമാറ്റി പുനർനിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജ്യോതിർലിംഗമാണ് സോമനാഥിലുള്ളത്. ഗുജറാത്തിലെ കത്തിയവാറിലാണ് സോമനാഥ ക്ഷേത്രം. ഭൂമിയിലെ ആദ്യത്തെ ജ്യോതിർലിംഗമായും ഇത് കണക്കാക്കപ്പെടുന്നു. ഇതിനെ പാപനാശ തീർത്ഥ എന്നും വിളിക്കുന്നു. ഇവിടെ ഒരു കുളമുണ്ട്. അത് ദേവന്മാർ ഉണ്ടാക്കിയ കുളം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ ദർശനം നടത്തുന്നവരുടെ പാപങ്ങളെല്ലാം ഇല്ലാതാവുന്നു എന്ന് വിശ്വാസമുണ്ട്. ഓരോ ശിവരാത്രിയിലും മഹാദേവനെ വെല്ലുവിളിച്ച മഹമ്മൂദ് ഗസ്നിയെയും ചത്തൊടുങ്ങിയ സൈന്യത്തെയും മറക്കരുത്. ഹിന്ദുക്കളുടെ ദൈവമായ മഹാദേവനോട് യുദ്ധം ചെയ്ത മഹമ്മൂദ് ഗസ്നിയെ മറക്കാൻ ആർക്കും സാധ്യമല്ല. ശിവരാത്രി ദിനത്തിൽ സോമനാഥ ക്ഷേത്രത്തെക്കുറിച്ച് ഓർക്കാത്തവർ വിരളമാണ്. സോമനാഥ് ഹിന്ദുക്കളുടെ ക്ഷേത്രം മാത്രമല്ല, ആത്മസാക്ഷാത്കാരത്തിനുള്ള പ്രധാന സ്ഥലം കൂടിയാണ്. മഹമ്മൂദ് ഗസ്നി യുദ്ധം ചെയ്തത് ഹിന്ദുക്കളോടല്ല, മറിച്ച് ഹിന്ദുക്കളുടെ ദൈവമായ മഹാദേവനോടാണ്. സൗരാഷ്ട്ര മേഖലയിൽ വരാവൽ സമീപമാണ് സോമനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തലസ്ഥാന നഗരമായ അഹമ്മദാബാദിൽ നിന്നും ഏതാണ്ട് 400 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. നിരവധി തവണ തകർക്കപ്പെട്ട ഒപ്പം പുനർനിർമ്മിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രമാണ് ഇത്. ക്ഷേത്രത്തിന്റെ ആദ്യകാല രൂപം പണിതത് എപ്പോഴാണെന്ന് കൃത്യമായി നിർവചിക്കാനായിട്ടില്ല. എങ്കിലും 1ാം നൂറ്റാണ്ടിലും 9ാം നൂറ്റാണ്ടിലും ഇടയിൽ എപ്പോഴോ സോളങ്കി രാജാക്കന്മാരാലാണ് ഈ മഹാക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു. 1026 ചാലൂക്യ രാജവംശത്തിലെ ഭീമൻ ഒന്നാമന്റെ ഭരണകാലത്ത് തുർക്കി മുസ്ലിം ഭരണാധികാരിയായ മഹമ്മൂദ് ഗസ്നി സോമനാഥ ക്ഷേത്രം ആക്രമിച്ചു. സോമനാഥ ക്ഷേത്രവും ശിവലിംഗവും തകർത്ത് തരിപ്പണമാക്കിയ ഗസ്നി ആക്രമണം തടഞ്ഞ ആയിരക്കണക്കിന് ബ്രാഹ്മണരെ കൊന്നൊടുക്കിയെന്ന് അക്കാലത്തെ ചരിത്ര പുസ്തകങ്ങൾ പറയുന്നു. സോമനാഥ് പൊളിച്ചുമാറ്റിയ ഗസ്നി ജുമാ മസ്ജിദിന്റെ പടിയിൽ ക്ഷേത്രത്തിലെ ശിവലിംഗം സ്ഥാപിച്ചു. അങ്ങനെ ഓരോ മുസ്ലിമും ശിവലിംഗത്തിൽ ചവിട്ടി പള്ളിയിൽ പ്രവേശിക്കാൻ തുടങ്ങി. മഹമ്മൂദിന്റെ മതചിന്താഗതി അറിഞ്ഞിട്ടും നമ്മുടെ നാട്ടിലെ കപട ചരിത്രകാരന്മാർ നമ്മെ പഠിപ്പിച്ചത് അവർ പണം കൊള്ളയടിക്കാൻ മാത്രമാണ് എന്നാണ്. സോമനാഥിനെ രക്ഷിക്കാനായി 50,000-ത്തിലധികം ഹിന്ദു പുരുഷന്മാർ ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ തകർത്താണ് മഹമ്മൂദ് ഇസ്ലാം മതം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അശുദ്ധരായ തെണ്ടികളെ അഥവാ ഹിന്ദുക്കളെ കൊന്നു, വിഗ്രഹാരാധകരെ നശിപ്പിച്ചു, മുസ്ലിങ്ങളെ അഭിമാനികളാക്കി എന്നാണ് മുഹമ്മദിന്റെ ചരിത്രകാരനായ അൽ ഉത്പി സോമനാഥ് എഴുതിയത്. മഹമ്മൂദിന്റെ സൈന്യത്തിന് ഹിന്ദു മതത്തെ നശിപ്പിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ക്ഷേത്രങ്ങൾ തകർക്കുക, പുരുഷന്മാരെ കൊല്ലുക, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, ദുർബലരായ ഹിന്ദുക്കളെ നിർബന്ധിത മതപരിവർത്തനം ചെയ്യിക്കുക എന്നിവയായിരുന്നു മഹമ്മൂദിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സോമനാഥ് നശീകരണത്തിന്റെ ഒരു ഫലം ഇന്ത്യക്കാർക്ക് ആരാണ് ശത്രുവെന്നും ആരാണ് ഹിന്ദുവെന്നും മനസ്സിലാക്കി നൽകി എന്നതാണ്. എല്ലാ ഹിന്ദു നാട്ടുരാജ്യങ്ങളും ജൈനർ, ബ്രാഹ്മണർ, വ്യാപാരികൾ, ആദിവാസികൾ, ഭിൽസ് എന്നിവരും ചാലൂക്യ രാജാവായ ഭീംദേവിനൊപ്പം വന്നു. എല്ലാവരും മുഹമ്മദിനെ കൊല്ലുന്നത് തങ്ങളുടെ ആത്യന്തിക ആഗ്രഹമായി കണക്കാക്കി. ഹിന്ദുക്കളുടെ ഇത്രയും വലിയ സൈന്യത്തെ പിന്നീട് മഹമ്മൂദ് ഭയക്കാനും തുടങ്ങി. മൻസൂറിൽ നിന്നും മുൾട്ടാനിലേക്ക് മടങ്ങവേ വഴിയിൽ വെള്ളവും ഭക്ഷണവും കിട്ടാതെ മഹമ്മൂദിന്റെ പകുതി സൈന്യവും മരിച്ചു. ശേഷിച്ച സൈനികരെ സിന്ധിലെ ജാട്ടകൾ കൂട്ടക്കൊല ചെയ്തു. ഒടുവിൽ ഭീംദേവ് ക്ഷേത്രം പുനർനിർമ്മിക്കാനും സോമനാഥ വിഗ്രഹം പുനഃസ്ഥാപിക്കാനും ഉത്തരവിട്ടു. ഹിന്ദുവിനെ നശിപ്പിക്കുകയാണ് ഇസ്ലാമിക ലക്ഷ്യമെന്ന് വ്യക്തമാക്കുന്നതാണ് സോമനാഥിന്റെ ചരിത്രം. ന്യൂസ് ഡെസ്ക് കർമ്മ.